ചൂടുള്ള വാർത്ത ഗൈസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചൂടോടുകൂടി കയറി പോകുന്ന ആൾക്കാരെല്ലാം ട്രോൾ ഇട്ട് വെച്ച് അലക്കുന്ന ഒരു ഇഷ്യൂ ആണ് അഹാന കൃഷ്ണയുടെ ഫാമിലി ഇഷ്യൂ വിത്ത് ഗ്രാൻഡ്മ. അതിൻ്റെ ഇടയിൽ കസിനായിട്ടുള്ള തൻവി ഉണ്ട്. തൻവിയാണ് ആദ്യം ഒരു വീഡിയോ ആയിട്ട് വന്നത്. പാർട്ട് 1 ഞാൻ റിയാക്ട് ചെയ്യേണ്ട വിചാരിച്ചതാണ്. കാരണം ഇഷ്ടം പോലെ ട്രോൾസും റിയാക്ഷൻസ് എല്ലാം വന്നിരിക്കുകയായിരുന്നു. അത് തൻവി ഒരു പാർട്ട് ഇട്ടു, തൻവി സെക്കൻഡ് പാർട്ട് ഇട്ടു, അഹാൻ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും തൻവിക്കെതിരെ തിരിഞ്ഞു. ഫസ്റ്റ് തൻവി പാർട്ട് ഇട്ടപ്പോൾ എല്ലാവരും അഹാനക്കെതിരെ തിരിഞ്ഞു. തൻവി സെക്കൻഡ് പാർട്ട് ഇട്ട സമയത്ത് തൻവിക്കെതിരെ ആൾക്കാർ തിരിഞ്ഞു. അഹാൻ ഇട്ടപ്പോൾ തൻവിക്കെതിരെ തിരിഞ്ഞു. പക്ഷെ ഇപ്പം പ്ലേറ്റ് മാറിയിരിക്കുകയാണ്. വിത്ത് എവിഡൻസ് തൻവി വന്നിരിക്കുകയാണ്. ആ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ കോമഡിയാണ് മക്കളെ. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുമ്പിൽ വിളമ്പുമ്പോൾ നാട്ടുകാരെടുത്ത് ഉടുക്കും. നാണക്കേടാണ്. ഇപ്പൊ അഹാനയുടെ തന്നെ ക്യാരക്ടർ അസാസിനേഷൻ പോലെ പല സംഭവങ്ങളുമാണ് പുറത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആദ്യം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വീഡിയോ ഉണ്ട്, അത് ഞാനിവിടെ വെക്കാം. ആദ്യം അഹാന അമ്മൂമ്മയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് തൻവി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 1.5 മിനിറ്റ് സമയമുണ്ട്. അതെന്തായാലും ഞാൻ ഇവിടെ വെക്കാം, അതൊന്ന് കണ്ടു നോക്ക്. ഞാൻ പറയട്ടെ, ഇത്രയും നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോൾ പറയുന്നതാ അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞ് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം, അമ്മൂമ്മേനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണേന്ന് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ച ഒരു മെസ്സേജാണ്, Tanvi, your dear grandmother is the biggest bitch on earth. If you എനിക്ക് കളം എൻ്റെ കൊച്ചാണ് സത്യം. ദഹാന അയച്ചേക്കുന്ന മെസ്സേജാണ്. If you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ വഷളാണ്. ഒരാളപ്പം തൻവീനൊക്കെ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ കൃഷ്ണകുമാർ പറഞ്ഞതാണ് ഇപ്പം ശരി തോന്നുന്നത്. കാരണം കൃഷ്ണകുമാർ അഹാൻ്റെ അടുത്ത് പറഞ്ഞ പോലും പേഷ്യൻസ് വീഡിയോ ചെയ്യണ്ട, വിട്ടേക്ക്. പക്ഷെ ചെയ്തിട്ട് ഇപ്പം അഹാന കുടുങ്ങിയോ? നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ പോയിട്ടുണ്ട്, അത് വേറെ ആൾക്കാരുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അവർക്കെതിരെ പറയുമ്പോൾ ഒന്ന് നോക്കണം. കാരണം നാളെ നമ്മൾ നാറിയാൽ നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് അവരെക്കാട്ട് കൂടുതൽ ഉണ്ട് എന്നുള്ള സമയത്താണെങ്കിൽ ബി വെരി കോഷ്യസ്. അത്രേ പറയാനുള്ളൂ. ഇതിപ്പോൾ നാട്ടുകാരുടെ മുമ്പിലെത്തി അവരെനി കളിയാക്കും, ചിരിക്കും, ഒരു രക്ഷയുണ്ടാവില്ല. അമ്മൂമ്മ പ്രശ്നക്കാരിയാണെന്നൊക്കെയാണ് അഹാന പറഞ്ഞതും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരാണ് കറക്റ്റായിട്ട് തോന്നുന്നത്. പിന്നെ വയസ്സായി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കുറേ ഇങ്ങനെയൊക്കെയാണ്. സഹിക്കണം എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ അവരുമായിട്ടൊന്ന് ഒരുമിച്ച് താമസിക്കുന്നതെന്നല്ല നമ്മൾ കാണുന്നത്. എന്തെല്ലാം ആണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്ന തന്നെയാണ്, കണ്ണടച്ച് വിടുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത്. കാരണം അല്ലെങ്കിൽ വളരെ കഷ്ടമാണ് ഈ രീതിയിലൊക്കെ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും ഇത്രയും പബ്ലിക്കിലേക്ക് നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ സാധനങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറ്റാൻ വളരെ ഇതാണ്. പിന്നെ ഇന്ന് തൻവി വേറൊരു സംഭവം ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മേനെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും. ഈ അടുത്ത് ഹസ്ബൻഡ് മരിച്ചുപോയൊരു സ്ത്രീ ഒറ്റക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തൻവി ഇപ്പം വന്നു എന്നെല്ലാം പറയുന്നത് കാര്യം കേൾക്കുമ്പോൾ തൻവീനെ അവരാണ് നോക്കിയത് ഫുള്ളായിട്ട്. ചിലപ്പോൾ ഫിനാൻഷ്യലി ഫുള്ളായിട്ട് നോക്കിയിട്ടുണ്ടാവും, കാനഡയിൽ പോകാൻ സഹായിച്ചിട്ടുണ്ടാവും. പിന്നെ വളരെ മദറിനെ പൊക്കി പറഞ്ഞതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം വളരെ ലൈറ്റായിട്ടുള്ളൊരു കാര്യമാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻവി മനസ്സിൽ ആലോചിച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ തൻവീനെ സംഘടിപ്പിച്ച് ഇതാക്കിയതോളം അത് തന്നെ ഗൈസ്. അപ്പോൾ അവർ വന്നിട്ട് നോക്കാനുള്ള കടമയൊക്കെ ഉണ്ട്. അങ്ങനെ എത്ര ആൾക്കാർ ചെയ്യുന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തോ അവരങ്ങനെ ചെയ്തു. അത് എന്താ റീസൺ എന്നൊന്നും നമുക്കിപ്പം പറയാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ നമുക്കത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ സിന്ധു കൃഷ്ണ ചോദിച്ചത്ര 20 വർഷമാണെങ്കിൽ നീ അങ്ങനെ നോക്കിയിരിക്കുമോ എന്നൊക്കെ. അപ്പം നോക്കുന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ചിലപ്പോൾ നോക്കുമായിരിക്കാം. നോക്കിയാൽ അവർക്ക് നല്ല കാര്യം. അപ്പോൾ അമ്മൂമ്മയൊക്കെ ഇങ്ങനെ വീഡിയോൻ്റെ മുമ്പിലൊക്കെ വന്ന് പറയുന്നത് കൈവിട്ട് പോയി. ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെയാണ് പറയേണ്ടായിരുന്നത്. അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം. നമുക്ക് എന്തായാലും ആ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി നിങ്ങൾ പറയാം. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് അഹാന
ഫുൾ ആദ്യ തെറി പറയുന്നുണ്ട്. എടി വസന്തേ, എടി അത് ഇത് പൊടി അങ്ങനെയൊക്കെയാണ് പേരെടുത്ത് പിന്നെ വേറെ വലതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ ഒരു സ്വഭാവമാണ് അത്ര തിരിച്ചു പറയാന്നുള്ളത്. അതിൻ്റെതായിട്ടാണ് അങ്ങനെ തിരിച്ചു പറഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അതായിരിക്കും സത്യം, ആർക്കറിയാം, നമുക്കറിയില്ല. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. എല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി എടി അതേ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അവരയക്കണേന് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കണതുകൊണ്ട് ഇങ്ങോട്ട് അപ്പോൾ ഗൈസ് കുറച്ച് ഒരു 5 സെക്കൻഡ് വിട്ടുപോയി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അഹാന ആണ് ആദ്യം തെറി വിളിച്ചതെന്നൊക്കെയാണ് അമ്മൂമ്മ പറയുന്നത്. അപ്പോൾ സംഭവം ഇതെന്ന് പറഞ്ഞാൽ ഒരു 40 മിനിറ്റ് വീഡിയോ ഉണ്ട്. അതിൻ്റെ ചുരുക്കമായിട്ടുള്ള മെയിൻ പോയിന്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലും കൂടുതൽ സംഭവങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പേഷ്യൻസ് ഇല്ലെങ്കിൽ ഈ സംഭവം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരാണ്ട് അഹാനക്ക് രക്ഷയില്ല. കാരണം അഹാന ആകെ നാറിപ്പോയി. നമ്മളാരും ഇങ്ങനെയല്ല വിചാരിച്ചത്. ഇങ്ങനത്തെ ഒന്നും വാക്കുകളൊന്നും അഹാനയുടെ ഒന്നും വായിന്ന് വരില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാർ ഒരു തരം വീഡിയോ, റിയൽ ലൈഫിൽ അവർ വേറെ ആയിരിക്കും. അതിന് വേറെയും പല റീസൺസ് ഒക്കെ ഉണ്ടാകും. നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാണുന്ന എല്ലാ ആൾക്കാരും മനസ്സിലാക്കുന്നത് നല്ലത്. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിനെ കുറിച്ച് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസ് ആയിട്ട് പ്ലീസ് write it down. We'll love to read it, your opinion also. So we'll come with another video.